ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ ചില സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഒക്കെ തന്നെ ഇപ്പോൾ എയറിലാണ്. എയറിൽ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും താഴെ ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ എയറിലാണ്. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ ജാഫറിനെ എല്ലാവർക്കും അറിയാം, ബി ഫെയിം കൂടിയാണ് ജാസ്മിൻ. ജാസ്മിനെ കൂടാതെ തനി മലയാളി, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആലിസ് ക്രിസ്റ്റി, ഇവരൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താണ് കുഴപ്പം? ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് വലിയ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഫസ്റ്റ് നമ്മളടുത്ത് ഒരാൾ ചോദിക്കണം, ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റല്ല. പക്ഷേ യഥാർത്ഥ സത്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ഇവർ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം പോലെയൊക്കെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ആയിട്ടാണ് ഇവർ പരിചയപ്പെടുത്തിയത്. ഇവരിത് കയറി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരങ്ങനെ പറയാൻ പാടുള്ളതല്ല. കാരണം ഇതൊരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് സ്ത്രീകൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സൈനപ്പ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. വോയിസ് വെരിഫിക്കേഷൻ ഉണ്ട്, ആർക്കും സൈനപ്പ് ചെയ്യാം. കാരണം സ്ത്രീകൾക്ക് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പുരുഷന്മാർ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് വേണം. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂഷണമാണ് ഇവിടെ നടന്നത്. അതായത് അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇതുപോലെ ഒരുപാട് ആപ്പുകളുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്കറിയാം. ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, അഡൽട്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്, അഡൽട്ട് ചാറ്റുകൾ ചെയ്യാൻ പറ്റുന്ന, അഡൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന, ലൈവ് പോകാൻ പറ്റുന്ന ഒക്കെ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ തന്നെ ഒരു ചതിക്കുഴിയും ഉണ്ടാകും കേട്ടോ. അത് വേറെ കാര്യം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. പലപ്പോഴും അപകടത്തിൽ പോയി ആളുകൾ ചാടി എല്ലാം മുങ്ങി പോയിട്ടേ അറിയത്തുള്ളൂ നമ്മൾ പെട്ടത് വലിയൊരു അപകടത്തിലാണെന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കോയിൻസ് വാങ്ങേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് വാങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം. അപ്പൊ എന്നിട്ട് നമ്മൾ ഇവരുടെ ഒരു ലൈവ് പോയി കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റോ പേയ്മെന്റോ ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതായത് കോയിൻസിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഈ കോയിൻസും ടിക്കറ്റും ഒക്കെ ഇവർക്ക് പേയ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഒരാൾക്ക് പോയിട്ട് പൈസ കൊടുക്കില്ല. പൈസ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് കിട്ടണമല്ലോ. എന്ത് സർവീസ് ആയിരിക്കും അഡൽട്ട് പ്ലാറ്റ്ഫോംസ് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവര് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ഇവർക്ക് ഇത് മനസ്സിലായില്ല ഇത് എന്താണെന്നുള്ളത്. എല്ലാ പ്രൊമോഷൻസും വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അവരിത് ഓക്കെ ഫ്രണ്ട് ആപ്പ് ഒരു ആപ്പ് അത്രേ ഉള്ളൂ, ഇവര് അത് കാര്യം നോക്കിയിട്ട് പോലും ഉണ്ടാവത്തില്ല. പക്ഷെ അവരത് കാര്യം നോക്കാതെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. എന്നറിയോ, നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് കുറച്ച് കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. ഇത് നിങ്ങളുടെ വീഡിയോസ് 18 വയസ്സ് താഴെയുള്ളവർ മാത്രമൊന്നും ആയിരിക്കില്ല കാണുന്നത്. ഇനി 18 വയസ്സിന് മുകളിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതാണ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചില ആൾക്കാർ വിശ്വസിച്ചിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് കുറച്ചാൾ കഴിയുമ്പോഴായിരിക്കും ഇതിലെ കെണി അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവർക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം. പരമാവധി ഇങ്ങനെയുള്ള അഡൽട്ട് ആപ്പുകളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കാം. ഇനി പ്രൊമോട്ട് ചെയ്തേ പറ്റുമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊരു അഡൽട്ട് ആപ്പാണ്, കുട്ടികൾ കയറാൻ പാടില്ല. അത്തരത്തിലുള്ള അഡൽട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അഡൽട്ട് ചാറ്റും ലൈവും ഒക്കെ പോകണമെന്നുള്ളവർ പോയിക്കോളൂ എന്ന് പറഞ്ഞോ, പ്രശ്നമില്ല. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇത് FB പോലെ ഇൻസ്റ്റാഗ്രാം പോലെ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ചതിയാണ്. നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്ത് നിങ്ങൾ കാണിക്കുന്ന വലിയ ചതിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പോയി വരുന്നത്. ഇത് ആരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ അവരോടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ, ഒരു പ്രൊമോഷന്റെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അത് ആദ്യം അറ്റ്ലീസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണ്ടേ, നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ഓഡിയൻസിന്റെ അടുത്ത് ഷെയർ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് എന്താണെന്ന് അന്വേഷിക്കണ്ടേ. പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചാടി വീഴുന്ന സമയത്ത് ഇതുപോലുള്ള പണികൾ എന്തെങ്കിലും ഒക്കെ വരുമെന്ന് ഓർക്കുക. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ ആവശ്യമാണ്. പ്രൊമോഷൻസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പ്രൊമോഷൻസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ന്യൂസ് ചാനലുകൾ കാണുന്ന അഡ്വർടൈസ്മെന്റ് പിന്നെ എന്താണ്, നിങ്ങൾക്കും ചെയ്യാൻ പരസ്യങ്ങൾ. പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓഡിയൻസിനെ ചതിക്കാനും പാടില്ല. ഇവിടെ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ പറയുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം പുരുഷന്മാർ പൈസ ചിലവാക്കാൻ തയ്യാറാണ്. അവർക്ക് അഡൽട്ട് ചാറ്റ്, അഡൽട്ട് കണ്ടന്റ്, അഡൽട്ട് ലൈവ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിന്റെ ഇരകൾ എന്ന് പറയുന്നത്. സോ അവരെ അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കാരണം എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് വെച്ചിരിക്കുന്നത്. ഈ സേഫ് ആണെന്ന് പറയുന്നത് എന്താണ്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെ വോയിസ് ഓൾറെഡി അവർ വെരിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് സേഫ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് കയറുമ്പോൾ അവരുടെ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീയാണ് ഓക്കെ കയറാം. കാരണം സ്ത്രീ എന്ന് പറയുന്ന അവർ ഈ ഫ്രണ്ട് ആപ്പ് സ്ത്രീകൾ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്, പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഈ സ്ത്രീകൾ അവിടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടിരിക്കും. കസ്റ്റമർ ആയിട്ടാണ് പുരുഷന്മാർ പൈസ കൊടുത്ത് കയറി വരുന്നത് ഈ ആപ്ലിക്കേഷനകത്ത്. ആലോചിക്കണം, പുരുഷന്മാരെ കസ്റ്റമറായിട്ട് കയറി വരുന്നു, സ്ത്രീകൾ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്ത് വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ഈ കോൺവെർസേഷൻസും ഫ്രണ്ട്ഷിപ്പും വാട്ടെവർ അത് എന്ത് കുന്തമാണെങ്കിലും അതിന് ഒരു പേയ്മെന്റ് അവിടെ ചെലവാകുകയാണ്. ആണിന്റെ കയ്യിൽ നിന്ന് പൈസ അവിടെ കൊടുക്കുന്നു, അതിലൊരു വിഹിതം ഈ ആപ്ലിക്കേഷൻ കാരന് എടുക്കുന്നു, ബാക്കി ഒരു വിഹിതം ഇവർക്ക് കിട്ടുകയാണ്, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുകയാണ്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതൊക്കെ അഡൽട്ട് പ്ലാറ്റ്ഫോംസ് എന്ന രീതി തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആവശ്യക്കാർ പോകാതിരിക്കാം. നിയമപരമാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ വേണമെന്നുള്ളവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം പോലെയാണ്, ഫേസ്ബുക്ക് പോലെയാണ്, വളരെ ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് പൈസ കൊടുത്ത് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും പൈസ കൊടുക്കുന്നില്ലല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് വരുന്ന ഒരാൾ അയാളെ കയ്യിൽ നിന്ന് 100, 200, 500 കൊടുത്ത് വരുന്ന എന്തിനാണ്? അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും കുഴിക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന ഒരു മനുഷ്യൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അതൊരു ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ്, അവരെ റെസ്പെക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ വന്നപാടെ അവന്റെ ചോദ്യങ്ങളും അവൻ ആവശ്യമുള്ളതും എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. കാരണം പൈസ കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആവശ്യത്തിനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ തെറ്റായി പോയി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനോട് ക്ഷമ പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. കാരണം ഇത് ആദ്യത്തെ ഒരു ആപ്പ് ഒന്നും അല്ല, ഇങ്ങനെയുള്ള ആപ്പ് ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളിത് വ്യാജമായിട്ടാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പൈസ ഉണ്ടാക്കാം, പക്ഷേ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ പറയുന്നില്ല. പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴിയുണ്ടല്ലോ നാട്ടിൽ. ഫ്രണ്ട് ആപ്പിൽ എന്ത് ചെയ്താലാണ് പൈസ ഉണ്ടാക്കുക? ഇപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ യൂട്യൂബിന്റെ പരസ്യം ചെയ്യും, നാട്ടുകാർക്ക് കുറച്ച് പൈസ കിട്ടിക്കോട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് പറയാലോ. യൂട്യൂബിൽ വീഡിയോ പൈസ ഉണ്ടാക്കുന്നു പറയൂ, ഫേസ്ബുക്കിൽ വീഡിയോ പൈസ ഉണ്ടാക്കുന്നു പറയൂ. പക്ഷേ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു പറയൂ. ഫ്രണ്ട് ആപ്പിന് പൈസ ഉണ്ടാക്കുന്നു പറയുമ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് ആപ്പിന് പൈസ കിട്ടുക എന്നുള്ളത് വിശദീകരിക്കണ്ടേ. മറ്റൊരു കാര്യം, ഫ്രണ്ട് ആപ്പിലേക്ക് കയറുന്ന പുരുഷന്മാർ എന്തിന് പൈസ കൊടുക്കുന്നു എന്നുള്ളത് വിശദീകരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഏറിലായത് അത് അർഹിക്കുന്നവർ തന്നെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.